അത്രേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. അതാണ് ഞങ്ങളുടെ ധാർമ്മികത. കക്ഷി പാർട്ടി ഇതിൽ കക്ഷിയല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പാർട്ടി ഇല്ലാതെ എൻ ഡി അപ്പച്ചനും ബാലകൃഷ്ണനൊക്കെ ഇതിനകത്ത് വരുന്നത്? അത് പേരെഴുതി വെച്ചാൽ പാർട്ടി ആവില്ലല്ലോ. പാർട്ടി തീരുമാനം അനുസരിച്ച് ഇന്ന രീതിയിൽ പൈസ വാങ്ങാൻ തീരുമാനിച്ചു, പാർട്ടി തീരുമാനമുണ്ട്. അങ്ങനെ വെച്ചാൽ പാർട്ടിയെ കൂട്ടിക്കോ നിങ്ങൾ. DCC പ്രസിഡന്റ് അല്ല, അതാ ഞാൻ പറഞ്ഞത്. പേരെഴുതി വെച്ചാൽ പാർട്ടി ആവൂല. അവരെ പേര് മറ്റുള്ളവർ എഴുതി വെച്ചാലാവോ? അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. എല്ലാ ലോജിക്ക് തന്നെ. എന്റെ പേര് മറ്റുള്ളവർ എഴുതി വെക്കുന്നു. സിദ്ദീഖ് ഉത്തരവാദിത്തപ്പെട്ട ഒരു KPCC നേതാവാണ്, MLA ആണ്. സിദ്ദീഖ് ഉൾപ്പെട്ടതായിട്ട് പറയപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവം സിദ്ദീഖുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു ഭാരവാഹി, KPCC ഭാരവാഹി എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വെലിഡിറ്റി ഇല്ലേ? 50 വർഷം പ്രവർത്തിച്ച പാർട്ടിയെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇകഴ്ത്താനോ അപമാനിക്കാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ മരണശേഷമെങ്കിലും എന്റെ കുടുംബത്തെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ച് കത്തെഴുതി വെച്ച് 50 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കി പണിയെടുത്ത് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പാർട്ടിയെ അപമാനിക്കണമെന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് സംസ്ഥാന നേതൃത്വം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ജില്ലയിലെ നേതാക്കൾ തള്ളുന്നത്.